സാന്ധ്ര, ഇത് ഇങ്ങനെ ഒരു വധഭീഷണി ഉണ്ടായതിന് പിന്നാലെ മാർച്ചിലാണല്ലോ ഇത് സംഭവിച്ചത്. ഇത്രയും ദിവസമാകുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു പരാതി നൽകിയപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? അതിന് പിന്നാലെ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വിളിക്കുകയോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ല, അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിരുന്നു. അത് മാത്രമാണ് അവിടെ നിന്നുണ്ടായ ഒരു നീക്കുപോക്കെന്ന് പറയുന്നത്. അതല്ലാതെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്. പലപ്പോഴും പോലീസുകാർക്ക് വേണ്ടത് എന്നെ സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. മാഡം ഒന്ന് ഇവിടം വരെ വരുമോ, ഇവിടം വരെ വരുമോ, ഞാനൊന്ന് സ്റ്റേഷൻ വരെ വരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞാൻ എന്തിനാണ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട്, ഞാൻ മൊഴിയും കൊടുത്തു, കംപ്ലൈന്റും കൊടുത്ത്, എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ എന്തിനാ സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട കാര്യം എന്തിരിക്കുന്നു? അവർക്ക് എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഫെഫ്ക യൂണിയനിലെ തന്നെ മറ്റ് രണ്ട് സംവിധായകരായ ശ്രീ ജോസ് തോമസും ശ്രീ ശാന്തിവിള ദിനേശും അവരും വീഡിയോസ് ഇടുന്നുണ്ട്. അവരും എന്നെ പറ്റി മോശമായി പറഞ്ഞുകൊണ്ട് ഞാൻ കള്ളിയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ ഈ ശ്രീ ബി ഉണ്ണികൃഷ്ണനെതിരെ FIR ഫയൽ ചെയ്തതിന് ശേഷം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പോലീസുകാർക്ക് വേണ്ടത് ഞാൻ അവിടെ എത്തുക, ഞാൻ അവിടെ ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പിന്നെയും ഇവർ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ വ്യക്തികൾ തന്നെ വീണ്ടും വീഡിയോ ഇടുവാണല്ലോ, ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനിയും കംപ്ലൈന്റ് തരാനാണ് പറയുന്നത്. ഇനിയും കംപ്ലൈന്റ്, ഞാൻ ഈ കംപ്ലൈന്റ് എല്ലാം കൂടെ കൊടുത്ത് എന്നെ ഒരു പരാതിക്കാരിയാക്കി സൃഷ്ടിക്കാനായിട്ടുള്ള ഇതാണോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഞാൻ മനസ്സ് മടുത്തിരിക്കുകയാണ്. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. യെസ്, എന്തായാലും സാൻഡ്ര ഇപ്പോൾ നടത്തുന്നത് ഒരു പ്രബലരായ ഒരു സംഘത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെയാണ് ഇങ്ങനെ ഒരു പോരാട്ടം തുടങ്ങിയിട്ടുള്ളത്. അത് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് സാന്ദ്ര പ്രതീക്ഷിക്കുന്നത്? അതോ നിയമപരമായി തന്നെ ഇതിന്റെ ഒരു അറ്റം അവസാനം കണ്ടിട്ടേ പിന്നോട്ടുള്ളൂ എന്ന ഒരു നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും എനിക്ക് സംഭവിച്ച അനീതിക്കെതിരെ ഞാൻ എന്തായാലും പ്രതിഷേധിക്കും. അത് ഇതിന് അറ്റം കാണൂ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് ചെയ്തത് അനീതിയാണ്. അത് മറ്റുള്ളവരോട്, വേറൊരു വ്യക്തിയോടല്ല, വേറൊരു സ്ത്രീയോട് അവർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ പോലും ആ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഒരു സ്ത്രീയോട് മാത്രമേ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതൊരാണായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗമില്ല. മുന്നോട്ട് പോവുക തന്നെ. കാര്യം എന്നെ കാണുന്ന എൻ്റെ മക്കളടക്കമുള്ള മറ്റ് പെൺകുട്ടികളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടാവുന്നത്രയും ഞാൻ തിരിച്ച് പ്രതിരോധിക്കും, ഫൈറ്റ് ചെയ്യും. അല്ല, ഈ വധഭീഷണിയൊക്കെ ഉണ്ടായതിന് പിന്നാലെ കുടുംബം വലിയ ആശങ്കയിലാണോ സാൻഡ്ര തോമസ്? തീർച്ചയായിട്ടും അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാര്യം വളരെ മോശമായിട്ടാണല്ലോ പറയുന്നതും കൊല്ലുന്നതും. അയാൾ വളരെ ഇതിനു മുമ്പ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള രീതിയിലാണ് അയാളുടെ സംസാരവും എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പേടിയുണ്ടാവുമല്ലോ. കാര്യം ഞാൻ ഇവിടെ കുട്ടികളുമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പലപ്പോഴും ഹസ്ബൻഡ് നാട്ടിലാണ്, പേരൻസിന് സുഖമില്ലാത്തത് കാരണം അവിടെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പേരൻസിന് പേടിയാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതും. അവിടെയും അതെ, എല്ലാവരും ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന ജോലി സിനിമയായതുകൊണ്ടും എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ. ഇതിനെല്ലാം എനിക്ക് പ്രതിരോധിച്ചേ മതിയാകും.